നാളെ നാരായണീയ ദിനം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കലശലായ വാതരോഗം കൊണ്ട് വിഷമിക്കുന്ന സമയത്ത് അതിൽ നിന്നും മുക്തി നേടുന്നതിനായിട്ട്, ആ വേദനകളും വിഷമങ്ങളും ഒക്കെ തീരുന്നതിനായിട്ട് ഒരു ഉപദേശം തേടി ഒരാളെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അടുത്തേക്ക് അയക്കുകയും അദ്ദേഹം മത്സ്യം തൊട്ടുകൂട്ടണം എന്നുള്ള ഉപദേശമാണ് കൊടുത്തത്. പറഞ്ഞയാൾ വന്ന് പറഞ്ഞു, എന്താ ഇത്, മഹാബ്രാഹ്മണനായി അങ്ങയോട് മത്സ്യം തൊട്ടുകൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയും മത്സ്യാവതാരം മുതലുള്ള ഭഗവാന്റെ ആ കഥകളെല്ലാം പറയാനാണ് പറയുന്നതെന്ന് മനസ്സിലാക്കുകയും, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അത് ഭാഗവതത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയാണ്. അതിലെ കാര്യങ്ങൾ തന്നെ അതേപോലെ തന്നെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൃതി രചിക്കുകയും 100 ദശകങ്ങളായിട്ടാണ് 1034 ശ്ലോകങ്ങൾ അങ്ങനെ രചിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിലിരുന്നാണ് അത് രചിച്ചത്. ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ അത് സമർപ്പിക്കുകയും ചെയ്തു. അവസാനത്തെ ആ ദശകം കേശാദിപാദം ഇദ്ദേഹം ഭഗവാനെ നേരിൽ കാണുന്നതാണ് പറയുന്നത്. ആ ഭഗവാന്റെ ആ വർണ്ണനയൊക്കെ ഉണ്ട്. എല്ലാം അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു വന്നു. അവസാനം ഇത് സമർപ്പിച്ച് അന്ന് എല്ലാം ഭേദമായി പൂർണ്ണ ആരോഗ്യവാനായി തീരുകയും ചെയ്തു. ആ നാരായണീയം എന്ന് പറയുന്ന ആ അമൂല്യ സമ്പത്ത് അത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വരദാനം തന്നെയാണ്. നമ്മളെല്ലാവരും അത് വായിക്കണം, പഠിക്കണം. ഇന്നത് വായിക്കാനൊന്നും ഒരു വിഷമവും ഇല്ല. കാരണം ഇഷ്ടംപോലെ എല്ലാ ക്ഷേത്രത്തോടും തന്നെ അനുബന്ധിച്ച് നാരായണീയ സത്സംഗ സമിതികളുണ്ട്. അവിടെ വായനയുണ്ട്. പിന്നെ യൂട്യൂബിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ വായനയുണ്ട്. പിന്നെ അത് പഠിപ്പിക്കുന്നുണ്ട് ഒക്കെയുണ്ട്. നമുക്കതുകൊണ്ട് അത് മനസ്സിലാക്കാനും പഠിക്കാനും ഒന്നും യാതൊരു വിഷമവുമില്ല. നമ്മൾ അതിൻ്റെ ആ ഭാഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വായിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഭംഗി മനസ്സിലാവുകയുള്ളൂ. കാരണം ആ സന്ദർഭത്തിന്, കഥാസന്ദർഭത്തിനനുസരിച്ചുള്ള ഭാഷയാണ് അദ്ദേഹം ഓരോന്നിലും ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ആ നരസിംഹാവതാരത്തായപ്പോഴത്തെ സ്തംഭം കട്ടയതയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഒരു ഇത് വരും, ട്രില്ല് വരും അതൊക്കെ കേൾക്കുമ്പോൾ. അതുപോലെ തന്നെ രാസക്രീഡയാണെങ്കിൽ അതിന് ചേരുന്ന വിധത്തിലുള്ള പദങ്ങൾ, അതേപോലെ തന്നെ കാളിയമർദ്ദനത്തിന് അതിൽ അങ്ങനെ വളരെ ഒരു നല്ല രീതിയിൽ സംസ്കൃതമാണത്. പക്ഷേ ഇംഗ്ലീഷ് ചില ഭാഗം കുറച്ച് ക്ലിഷ്ടമാണ്. എങ്കിലും നമ്മളത് മനസ്സിലാക്കണം. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല മനസ്സിൻ്റെ രോഗവും എല്ലാം മാറും. മനസ്സിൻ്റെ രോഗം എന്താണെന്നറിയാമല്ലോ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം ഇങ്ങനെയുള്ള എല്ലാം മാറി നമ്മളൊരു പുതിയ മനുഷ്യനാവും.